ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ട മിക്സ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും ചെറിയൊരു കളറൊക്കെ നല്ലൊരു ചേഞ്ച് ആക്കി വരുമ്പോൾ എടുത്ത് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറന്നു പോകാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ചതച്ച മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ എടുത്ത ബട്ടർ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ചേർക്കാണ്ടിരുന്നത്. ഇനി ഇതിലേക്ക് ഉരുകാന ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുകാന ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നീട് ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം വേണം കേട്ടോ ഈ മുട്ടയിലിട്ട് ഇത് വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി ഈ ഒരു ബ്രെഡ് സ്ലൈസിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റേ ബ്രെഡ് സ്ലൈസിലിട്ട് ഒരു ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ മുട്ട ഓംലേറ്റ് 4 വശവും മടക്കി ആ ഒരു ബ്രെഡിലേക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതാ ഒരു ബ്രെഡിലിട്ട് മറ്റേ ബ്രെഡ് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഇതൊരു ബോക്സ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 വശം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം, കാരണം ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് 2 വശവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ അതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതുപോലെ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് വീറ്റ് ബ്രെഡ് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ടല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.